വളരെ ജെന്യുവനായി ബിഗ് ബോസ് ഷോയിൽ നിൽക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. താൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അപ്പാനി ശരത്ത് ഷോയിൽ നിൽക്കുന്നത് എന്ന് തോന്നുന്നു. തൻ്റെ നല്ല സ്വഭാവം മാത്രമല്ല, തൻ്റെ സ്വഭാവത്തിലെ മോശം വശങ്ങൾ കാണിക്കുന്നതിലും അപ്പാനി ശരത്ത് മടിക്കുന്നില്ല. ദേഷ്യം കാട്ടലും ഫ്രസ്ട്രേഷൻ കാട്ടലും ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു മത്സരാർത്ഥികളിലുള്ള കുറ്റപ്പെടുത്തലുകളും ഒക്കെ അപ്പാനി ശരത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഒരു അടിപൊളി ഗെയിമറാണെങ്കിലും ഹൗസിൽ മാറി മറിയുന്ന ഇക്വേഷൻസും സ്ട്രാറ്റജികളും ഒക്കെ കണ്ടിട്ട് കൺഫ്യൂഷനിലാണ് എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അടിപൊളി ഗെയിമർ എന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. സാധാരണ ഒരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ശരി, താൻ നല്ല വെള്ള ചമഞ്ഞ് നിൽക്കാം, അല്ലെങ്കിൽ താൻ നെഗറ്റീവ് അടിച്ച് നിൽക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്യാരക്ടർ, ഒരു വേഷം ആടിത്തിമിർക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാവും, വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവും, മറ്റുള്ളവരോട് എങ്ങനെ ഇടപഴകണം എന്ന്. നമ്മുടെ അനീഷൊക്കെ കാണിക്കുന്ന പോലുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. പക്ഷേ അത് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പാനി ഇപ്പോൾ കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. തൻ്റെ നാവും എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും ഒന്ന് കൺട്രോൾ ചെയ്താൽ മറ്റുള്ളവർക്ക് ഭീഷണിയായി മാറാവുന്ന കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അപ്പാനി. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.